സൂറത്തു യാസീൻ വൽ ഖുർആനിൽ ഹക്കീം. സത്വപൂർണമായ ഖുർആന്റെ സത്യത്തിട്ട് അള്ളാഹു ചൊല്ലൊരു വിഷയമായിട്ട് ഖുർആൻ അതിലെ ധാരാളമായ മഹത്വ ഞങ്ങൾ കേട്ടിട്ട് ഖുർആന്റെ മുന്നൊരു എത്രയെല്ലാം സയന്റിസ്റ്റുമാർ മുട്ടുമടക്കിയാറ് ചൊല്ലിയ വിഷയം ഞങ്ങൾ കേട്ട. അതുമാത്രമല്ല, ഈ പരിശുദ്ധമായ ഖുർആൻ എങ്ങനെ ഒരു വിഷയത്തെ അവതരണാക്കണു, എങ്ങനെ ചൊല്ലണു, ആ ശൈലിയായിട്ട് പരിശുദ്ധ ഖുർആൻ ചൊന്നെ. ആരെ ഫസ്റ്റ് ചൊല്ലണു, ആരെ സെക്കൻഡ് ചൊല്ലണു, ഇതെല്ലാം പരിശുദ്ധ ഖുർആന്റെ ശൈലിയായിട്ട്. മാത്രമല്ല, നിങ്ങൾ നോക്കൂ, ഒരു വിഷയ ഖുർആൻ ചൊല്ലുമ്പോഴത്തേക്കു ഒരാൾക്കും ഡൗട്ട്സ് വരാത്ത നിലക്കുള്ള ശൈലിയായിട്ട് പടച്ചുറപ്പ് യൂസ് ആക്കരുത്. ഉദാഹരണക്ക് ഇപ്പൊ മഹാനായ നൂഹ് നബി അലൈഹി ഇസ്ലാം, നൂഹ് നബി അലൈഹി ഇസ്ലാമുടെ കപ്പൽ, ആ കപ്പൽ എവിടെ നിன்றേ ചൊല്ലിയ വിഷയ പരിശുദ്ധ ഖുർആൻ സ്പഷ്ടമായിട്ടും അല്ലാഹു തആല ചൊല്ല ഫസ്തവത് അലൽ ജൂദി. പരിശുദ്ധ ഖുർആൻ ചൊല്ലെ വസ്തവത് അലൽ ജൂദി. സൂറത്ത് ഹൂദ് ആയത്ത് നമ്പർ 41. ജൂദ് ചൊല്ലെ, ആ ജ്യോതി ചൊല്ലെ പർവ്വതത്തെ മേലായിട്ടിക്കര് നൂഹ് നബി അലൈഹി ഇസ്ലാമുടെ കപ്പൽ വന്നിട്ട് നിன்றേ ചെന്നിട്ടായിട്ടിക്കര് പരിശുദ്ധ ഖുർആൻ ചൊല്ലുണ്ടായെങ്കിൽ, ബൈബിൾ ചൊല്ലിന്ദ്രെ ചൊല്ലുണ്ടായെങ്കിൽ അറാറത്ത് ചൊല്ലെ പർവ്വതത്തെ മേലെ ചെന്നിട്ടായിട്ടിക്കര് ബൈബിളിൽ ചൊല്ലെ എന്നുണ്ടായെങ്കിൽ രണ്ടും ഡിഫറൻസ് ആയിട്ട് വന്ന് ഖുർആനിൽ ചെന്ന് ജ്യോതി ചൊല്ലെ പർവ്വതത്തെ മേലായിട്ടിക്കര് നൂഹ് നബി അലൈഹി ഇസ്ലാമുടെ കപ്പൽ നിன்றേ ചെന്നിട്ടായിട്ടിക്കര് ചെന്നിട്ടായെങ്കിൽ ബൈബിൾ ചൊല്ലെ അറാറത്ത് ചൊല്ലതായിട്ടിക്കര് രണ്ടും ശരിയ, രണ്ടും വൈരുദ്ധ്യമ, രണ്ടും ശരിയായിട്ടിക്കരും. ആയെങ്കിൽ അറാറത്ത് ചൊല്ലുണ്ടായെങ്കിൽ ചൊമ്മ ഗുഡ്ഡങ്ങ ഒട്ടിയെ കൂടിയിട്ടുള്ള ജാഗയായിട്ടിക്കര് അറാറത്ത് ചൊല്ലെ. ചൊമ്മ ഗുഡ്ഡങ്ങ ഒട്ടിയെ കൂടിയ ജാഗയായിട്ടിക്കര് അറാറത്ത് ചൊല്ലെ. അതേ സന്ദർഭത്തിൽ ജ്യോതിയെ ചൊല്ലുണ്ടായെങ്കിൽ അത് എക്സാക്ട് പ്ലേസ് ആയിട്ടിക്കര് ജ്യോതിയെ ചൊല്ലുണ്ടായെങ്കിൽ ആ കപ്പൽ വന്ന് നിന്റെ ആ കറക്റ്റുള്ള ലൊക്കേഷൻ ആയിട്ടിക്കര് ജ്യോതിയെ ചൊല്ലത്. അതായിട്ടിക്കര് പരിശുദ്ധ ഖുർആൻ വസ്തവത് അലൽ ജൂദി. ആ നൂഹ് നബി അലൈഹി ഇസ്ലാമുടെ കപ്പൽ വന്നിട്ട് നങ്കൂരമിട്ടത് അത് ജ്യോതി പർവ്വതത്തെ മേലെ ചൊന്നിട്ടു ഖുർആൻ സ്പഷ്ടമായിട്ടും ചൊന്നു. ഇങ്ങനെ ആയിട്ടിക്കര് ഖുർആന്റെ ശൈലി. ഒരു വിഷയത്തെ സ്പഷ്ടമായി കിട്ടും അള്ളാഹു ചൊല്ലുക. അതേപോലെ പിന്നെ ഒരു വിഷയം നോക്കൂ, ഒരു മനുഷ്യരുടെ പെത്തസാത്തുക അള്ളാഹു താല ഏതൊക്കെല്ലാം ശക്തിയായിട്ടിക്കര് അള്ളാഹു ഫസ്റ്റ് കിട്ടു കൊടുക്കുകയും അത് അതുപോലെ ആയിട്ടിക്കര് ഖുർആനിൽ അള്ളാഹു ചൊല്ലാം. സൂറത്ത് ചൊമ്മജാഗയിൽ സൂറത്തിൽ അള്ളാഹു ചൊന്ന സൂറത്തു നഹ്ൽ 78-ാമത്തെ ആയത്തിൽ അല്ലാഹു ചൊല്ല വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅ വജഅലകും അസ്-സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ഖലീലൻ മാ തശ്കുറൂൻ. ഖുർആൻ ചൊന്നു, നിങ്ങൾ അല്ലാഹു തആല ഈ ഉമ്മയുടെ ബയത്രെ പുറത്താക്കുമ്പോഴത്തേക്കു നിങ്ങൾ ഒരു വിഷയം നിങ്ങൾ കൊണ്ടില്ല, എന്തും നിങ്ങൾ കൊണ്ടില്ല, നിങ്ങൾ സീറോ ആയിട്ടിക്കറാറ് ചൊന്നിട്ടായിട്ട് ഖുർആൻ ചൊല്ലെ. ഇപ്പൊ എത്രത്തമാ പേര് വിജ്ഞാനിമാരിക്കുവാറ്, എത്രത്തമാ പേര് പണ്ഡിതന്മാരിക്കുവാറ്, എല്ലാ ആൾമാരും ഉമ്മയുടെ ബയത്ര പറമ്പത്തുകു സീറോ ആയിട്ടിക്കര് അതായിട്ടിക്കര് ഖുർആൻ ചൊന്നെ. എന്നിട്ട് അള്ളാഹു ചൊല്ല വജഅലലകും അസ്-സമഅ, പിന്നെ അള്ളാഹു നിങ്ങൾക്ക് കാത് തന്ന, കാതുകൊല്ല ശക്തി തന്ന, വൽ അബ്സാർ, പിന്നെ നിങ്ങൾക്ക് കണ്ണുകൊല്ല ശക്തി അള്ളാഹു ഇട്ട് തന്ന, വൽ അഫ്ഇദ, നിങ്ങൾ ചിന്തിക്കുമ്പോഴത്തെ ശക്തി തന്ന ചൊന്നിട്ടായിട്ടിക്കര് സൂറത്തു നഹ്ൽ അള്ളാഹു ചൊല്ല. അതേപോലെ സൂറത്തു ഇസ്രാ എടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന അസ്-സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. അവിടെ അള്ളാഹു ചൊല്ലാണ് ഇന്ന സമഅ, നിന്റെ കാത്, വൽ ബസർ, നിന്റെ കണ്ണ്, അതേപോലെ വൽ ഫുആദ്, നിന്റെ ഹൃദയം, ഇതേപോലെ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, ഇതെല്ലത്തെ വിഷയം നാല ആഖിറത്തില് നിന്റെ ടിക്കെ കേൾക്കൊണ്ടു ചൊന്നിട്ടായിട്ടിക്കര് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രായിൽ ചൊല്ല്. അതേപോലെ സൂറത്തുൽ മുഅ്മിനൂനിൽ നോക്കിയിട്ടുണ്ടെങ്കിലും ഇതേപോലെ ആയിട്ടിക്കര് സൂറത്തുൽ അൻആമിന്റെ 46-ാമത്തെ ആയത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിലും ഇതേപോലെ ഫസ്റ്റ് അല്ലാഹു കാതിര് ചൊല്ല്, പിന്നെ അള്ളാഹു കണ്ണട ചൊല്ല്, പിന്നെ അള്ളാഹു ഹൃദയത്തെ ആയിട്ടിക്കര് ചൊല്ല്. ഈ ആയത്ത് വെച്ചിട്ട് ഈജിപ്തിലെ ഒരു ഡോക്ടർ ഒരു സംശോധനാക്കിയ എന്ത് അള്ളാഹു ഇങ്ങനെ ചൊല്ല കാരണം ഒരു ജാഗയിലല്ല ചൊമ്മ ജാഗയിലായിട്ടിക്കര് അള്ളാഹു ചൊന്നെ. ഒരു മനുഷ്യരുടെ അവന്റെ പാർട്സിന്റെ ക്രമീകരണത്തെ വിഷയം ചൊല്ലുമ്പോഴത്തേക്കും ഫസ്റ്റ് കാതിര് വിഷയം ചൊല്ല്, പിന്നെ കണ്ണട വിഷയം ചൊല്ല്, പിന്നെ ഹൃദയത്തെ വിഷയം ചൊല്ല്. ഇത് എന്തേ കാരണം ചൊന്നിട്ട് ഇങ്ങനെ അയാൾ റിസർച്ച് ആക്കുമ്പോഴത്തേക്കും നോക്കുമ്പോഴത്തുക അയാൾ എന്താക്കി ചൊന്നിട്ടുണ്ടെങ്കിൽ ഒരു പെത്ത് കിടാവിടെ മുട്ട പോയിട്ട് പെത്ത് കിടാവിടെ മുട്ട പോയിട്ട് അയാൾ എന്താക്കിയിട്ട് ആ കിടാവിടെ കണ്ണിടവിടെ ഇങ്ങനെ മെല്ലെ കൈക്കും പോയിട്ട് നോക്കുമ്പോഴത്തുക കിടാവു കണ്ണെന്താവില്ല, മുച്ചില്ല. നിങ്ങൾ ടെസ്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ കൊണ്ടാവും. നിങ്ങൾ പെത്ത് കിടാവിടെ കണ്ണട മുട്ട, കണ്ണട ഉൾക മാത്രം കേട്ടിട്ടുണ്ട, പിന്നെ കണ്ണെ പുറത്ത് വരും. അങ്ങനല്ല, ടെസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എന്നാ ചൊന്നെ മാത്രം പോയിട്ട് പുസ്തകം അങ്ങനെ ചൊന്നു റൈക്ക് വേണ്ട നോക്കി ചൊന്നിട്ട് അങ്ങനെ ചൊന്നറണ്ട. അപ്പൊ ജസ്റ്റ് ഒന്ന് കണ്ണട എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ കിടാവു കണ്ണെന്താവില്ല, ചിമ്മില്ല.
കണ്ണ് ചിമ്മല്ല. അതേ സന്ദർഭത്തില കിടാവുടെ കാതിലോട് പോയിട്ട് മാത്രം ഇങ്ങനെ മാത്രം തെല്ല് പിലിച്ചുണ്ടായെങ്കില റപ്പ കിടാവ് നെടിച്ചു പൊള്ളു. എന്തേ കാരണം? എന്തേ കണ്ണിനോട് കൊമ്പോയുണ്ടായെങ്കില കൈക്കൊമ്പോയുണ്ടായെങ്കില കിടാവെന്തും കണ്ണ് മുച്ചിരേ ഇല്ല. കാതിലൂടെ തെല്ല് മാത്രം സൗണ്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ കിടാവ് റപ്പ നെടിച്ചു പൊള്ളു. എന്തേ വെച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു താല ഒരു കിടാവുടെ ഈ ഭൂമിയുടെ മേല് കടത്തുമ്പത്തുകു ഫസ്റ്റ് കല്ലാവ് കാത് കല്ലാവ് ശക്തി ഇട്ട് കൊടുത്തിട്ടിക്കണം. കാത് കല്ലാവ് ശക്തി കൊടുത്തറ ഐക്യ വേണ്ടിട്ടല്ലേ പിന്നെ ഐക്യ വേണ്ടിട്ട് നങ്ങ പെറ്റ സാത്തിക്ക് ഫസ്റ്റ് നങ്ങ എന്തിനു കൊടുക്കറ ബാങ്ക് കൊടുക്കറ അള്ളാഹുടെ പേര് നങ്ങ കേപ്പാട്ട. എന്തേ കാരണ അള്ളാഹു താല കിടാവുകു കാതിര ശക്തി അള്ളാഹു കൊടുത്തിട്ടിക്കറ. കാതിര ശക്തി അള്ളാഹു കൊടുത്തിട്ടിക്കറ ഐക്യ വേണ്ടിട്ട് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ചൊല്ലേ ആ പരിശുദ്ധമായ കലിമത്ത് നങ്ങ എന്താക്കടെ കിടാവുടെ കാതിൽ നങ്ങ കേപ്പാട്ടേ. പ്രത്യേകമായിട്ടും ആനിങ്ങ ഈ ഒരു വിഷയം പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിലും ചൊമ്മമോത്തലും പെണ്ണിങ്ങ പെറ്റണ്ടായെങ്കിൽ കയ്യിൽ കിട്ടുമ്പത്തുക്ക് കിടാവ് കയ്യിൽ കിട്ടുമ്പത്തുക്കു ഒരു ഗಂಟೆ ಬಿಟ್ಟುಟಾയിട്ടിക്കര് കയ്യിൽ കിട്ടേ. ചൊമ്മമോത്തലും ഹോസ്പിറ്റലിൽ കൊടുക്കില്ല കിടാവിടെ കുലിപ്പാടിട്ട് ആ നഴ്സുമാരെ സൗണ്ട് എല്ലാം കേട്ടിട്ട് ഇതെല്ലാം കേട്ടൽ പിന്നെ ആയിട്ടിക്കര് ഞങ്ങളെ കയ്യിലായിട്ടിക്കര് കിട്ടേ. ഇങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് കുത്തിര അറ്റ്ലീസ്റ്റ് എന്താക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങ അത് പ്രിപ്പയർ ആക്കി വെക്കൊണ്ട് നിങ്ങളെ പെണ്ണിങ്ങളെ എങ്ങനെ പെണ്ണിങ്ങളിട്ട് ചൊല്ലണം. പെറ്റ സാത്തുക്ക് പെണ്ണിങ്ങളെ നെഞ്ഞിക്ക് എന്താക്കണ കിടാവിടെ ഇട്ട് കൊടുക്കാറ്. എങ്ങനത്തെ പെണ്ണ് പെത്തുണ്ടെങ്കിലും ഫസ്റ്റ് നെഞ്ഞിക്ക് ഇട്ട് കൊടുക്കാറ് കിടാവിടെ. അപ്പ ആ പെണ്ണിട്ടിട്ട് ചൊല്ലണം അള്ളാഹു അക്ബർ ചെന്നിട്ട് എങ്കിൽ ഒന്ന് വിളിക്കുന്നു ചെന്നിട്ടു അള്ളാഹു അക്ബർ ചെന്നിട്ടു ഒർക്കെങ്കിലും നീ എന്താക്കണം ആ കിടാവിടെ കാതുകൊന്ന് വിളിക്കുന്നു ചെന്നിട്ടു ഞങ്ങളെ പെണ്ണിങ്ങളിട്ട് ഞങ്ങൾ പടിപ്പാട്ടി കൊടുക്കണം. എന്തേ ഫസ്റ്റ് ഈ ഭൂമിയുടെ മേലിൽ വന്നിട്ട് കിടാവ് കേക്കട സൗണ്ട് എന്താവണ്ട, ആ നഴ്സുമാരെ സൗണ്ട് ആവണ്ട, നഴ്സുമാർ കുലിപ്പാട്ടെടുത്തും അങ്ങപ്പലക്ക വരരുത് കേൾക്കണ്ട. പിന്നെ കേക്കട ഫസ്റ്റ് സൗണ്ട് എന്തായിട്ടും അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ചൊല്ലത് കേക്കട്ടെ. കാരണം എന്തേ അള്ളാഹു താല കിടാവുകു പെറ്റ സാത്ത് കിട്ടു കൊടുക്കുന്ന ഒരു ശക്തിയായിട്ടിക്കര് കാതുക അള്ളാഹു കൊടുക്കര്. പിന്നെ കൊല്ലബസ്വാർ പിന്നെ അള്ളാഹു ചെന്നാണ് പിന്നെ അള്ളാഹു താല കൊരിയ നാളെ കലിയുമ്പത്തുകോ മെല്ലെ കന്നഡ ഇവിടെ എടുത്ത് പോയിണ്ടെങ്കിൽ കിടാവ് കണ്ണിങ്ങനെ മുച്ചണ്ണു തുടങ്ങുന്നത്. എന്തേ പിന്നെ അള്ളാഹു താലായിട്ടിക്കര് കണ്ണുക അള്ളാഹു ശക്തി കൊടുക്കര്. പിന്നെ ആയിട്ടിക്കര് അള്ളാഹു താല കിടാവു ചിന്തിക്കുമ്പോഴത്തെ ശക്തിയും അള്ളാഹു കൊടുക്കര്. ഇങ്ങനെ പരിശുദ്ധ ഖുർആൻ പ്രതി ഓരോ വിഷയം എടുത്ത് നോക്കുമ്പോഴത്തേക്കും എത്രയോ സയന്റിസ്റ്റുമാർ ഗവേഷണാക്കിയിട്ട് ഇസ്ലാമുടെ മുതലും ഖുർആന്റെ മുതലും മുട്ടുമടക്കിയതായിട്ടിക്കര് ഞങ്ങൾക്ക് ധാരാളം കാണുക സാധ്യവിടെ. ഇതേപോലെ നിങ്ങൾ നോക്കൂ, ഇങ്ങനെ പരിശുദ്ധമായ ഖുർആൻ ഒൽ ഖുർആനിൽ ഹക്കീം ഈ ഭദ്രമായ ഖുർആന്റെ അല്ലണ്ടെങ്കിൽ സത്വപൂർണമായ ഈ ഖുർആന്റെ സത്യത്തിട്ട് അള്ളാഹു ചൊല്ലുന്നില്ല ഇന്നക ലമിനൽ മുർസലീൻ. അള്ളാഹു ചൊല്ലുന്നേ ഇന്നക ലമിനൽ മുർസലീൻ, നബിയെ നിങ്ങൾ മുർസലീങ്ങൾ പെട്ട ആളായിട്ടിക്കര് ചൊന്നിട്ടു അള്ളാഹു താല ഖുർആനിൽ എടുത്തു ചൊല്ലതായിട്ടിക്കര് ഇന്നക ലമിനൽ മുർസലീൻ. നബിയെ നിങ്ങൾ ഖണ്ഡിതമായിട്ടും മുർസലീങ്ങളിൽ പെട്ട ആള് ചൊന്നിട്ടായിട്ടിക്കര് അള്ളാഹു ഇത്രയും ഖുർആന്റെ സത്യത്തിൽ അള്ളാഹു ചൊല്ലി ഇങ്ങനെ ആയിട്ടിക്കര്. നബി തങ്ങളെ റിസാലത്തിലെ നബി തങ്ങൾ അള്ളാഹു എന്താക്കടെ സ്പഷ്ടമാക്കടെ ഖുർആന്റെ സത്യത്തിട്ടായിട്ടിക്കര്. അതേ സന്ദർഭത്തിൽ ഉടനെ വിഷയം നിങ്ങൾ അർത്ഥാക്കണം. ഏതൊരു അമ്പിയാക്കന്മാരെയും റിസാലത്ത് നിങ്ങൾ നബി ചെന്നിട്ട് അള്ളാഹു താല ഇങ്ങനെ സത്യത്തിട്ട് തന്നെ ഒരു അമ്പിയാക്കന്മാരും ഇല്ല. ഇമാം ഖുർത്തുബിറിലാണ് ചൊല്ലു ഒരു അമ്പിയാക്കന്മാരെ വിഷയവും റിസാലത്തിലെ നിങ്ങൾ റസൂൽ ചെന്നിട്ട് സ്ഥിരപ്പെടുത്തുന്നത് അള്ളാഹു ഒരു വിഷയത്തെയും സത്യത്തിട്ട് ചെന്നിട്ടിക്കല. അതേ സന്ദർഭത്തില നബി തങ്ങളുടെ വിഷയ പറയുമ്പോൾ അള്ളാഹു താല എന്താക്കിയ നബി റസൂൽ ചെന്നിട്ടു ഒൽ ഖുർആനിൽ ഹക്കീം ഖുർആന്റെ സത്യത്തിട്ട് ചെന്ന നബിയെ ഇന്നക ലമിനൽ മുർസലീൻ, നിങ്ങ മുർസലീങ്ങളിൽ പെട്ട ആൾ തന്നെയായിട്ടിക്കരാറ് ചെന്നിട്ടു ഖുർആന്റെ സത്യത്തിട്ട് അള്ളാഹു ചെന്ന. അതേ സന്ദർഭത്തിൽ നിങ്ങൾ നോക്കൂ, ഈ ബാക്കിയുള്ള അമ്പിയാക്കന്മാർ ബാക്കിയുള്ള മുന്നൽ കഴിഞ്ഞ ഏത് അമ്പിയാക്കന്മാരുണ്ടെങ്കിലും അങ്ങനെ സമുദായത്തെ ആൾമാർ അങ്ങനെ എതിർത്തുണ്ടായെങ്കിൽ അത് ആൻസർ കൊടുക്കാറുകൊണ്ടുണ്ട് അത് അമ്പിയാക്കന്മാരായിട്ടിക്കരാറ്. അതേ അമ്പിയാക്കന്മാർ ഉദാഹരണം വെച്ചാൽ മഹാനായ ഹൂദ് നബി അലൈഹി ഇസ്ലാം, ഹൂദ് നബി അലൈഹി ഇസ്ലാമുടെ ഹൂദ് നബി അലൈഹി ഇസ്ലാമുടെ സമുദായത്തെ നല്ല തെരുക്കു വേണ്ടിട്ട് വിളിച്ചിട്ട് നിങ്ങൾ അള്ളാഹുക്ക് നിങ്ങൾ ആരാധനാക്കോറു വേറെ ഏതുക്കും നിങ്ങൾ ആരാധനാക്കോ തീരാ ചൊന്നിട്ട് ഇങ്ങനെ ചൊല്ലുമ്പോ അപ്പ ഹൂദ് നബി അലൈഹി ഇസ്ലാമുടെ സമുദായ ചൊന്നിന്ദ്രം ഒന്നുണ്ടാ ഇന്ന ലനറാക ഫി സഫാഹ, ഹൂദേ എന്തിരിക്ക് എന്ത് ബൊണ്ടില്ലേ നീ ഒരു പൊട്ടട പോലെ നിന്റെ ഞങ്ങൾ കണ്ടോണ്ടുള്ള ചൊന്നിട്ടായിട്ടിക്കര്. ഹൂദ് നബി അലൈഹി ഇസ്ലാമുടെ സമുദായ ഹൂദ് നബി അലൈഹി ഇസ്ലാമുടെ മുഖത്ത് നോക്കി ചൊന്നെ ഇന്ന ലനറാക ഫി സഫാഹ, നീ ഒരു ഹംകു ആയിട്ടിക്കര നിനക്ക് ബുദ്ധി ഇല്ലാത്തവനായിട്ടിക്കര ചൊന്നിട്ടായിട്ടിക്കര് ഹൂദ് നബി അലൈഹി ഇസ്ലാമുടെ ഇട്ടിക്ക് സമുദായ ചൊന്നെ. അപ്പൊ അതിരെ ആൻസർ ആക്കി ആറ് കൊണ്ടുണ്ടാ ഹൂദ് നബി അലൈഹി ഇസ്ലാമെ എന്തിനായിട്ട് ചൊന്നെ കൊണ്ടുണ്ടാ. എന്നിട്ട് ഹൂദ് നബി അലൈഹി ഇസ്ലാം ചൊല്ലു ലൈസ ബി സഫാഹ, സമുദായമേ നക്കെന്തും എന്തിരില്ല, നാണെന്തും വിഡ്ഢിയല്ല, നാണെന്തും ഹംകല്ല, ബുദ്ധി ഇല്ലാത്തവനല്ല, വലാകിന്നി റസൂലും മിർ റബ്ബിൽ ആലമീൻ, നാണ് അള്ളാഹുടെ ഭാഗത്തിൽ വന്നേ റസൂലായിട്ടിക്കരാ ചൊന്നിട്ടു
ഹൂദ് നബി അലൈഹി ഇസ്ലാമെ അപ്പുറം താക്കിരായിട്ടിക്കർ അങ്ങ് ആൻസർ ആക്കിരായിട്ടിക്കർ. അതே சந்தர்ப்பத்துல நபி தங்களை குறைஷியர் ஆள்மார் சொன்னாரு, லஸ்த முர்சல முஹம்மதே நீ ரசூல் அல்லாஹ் சொன்னிட்டு சொன்னாரு. നബി തങ്ങൾ ചൊന്നേ അങ്ങനെ ആയിട്ടിക്കർ ലസ്ത മുർസല നീ റസൂൽ അല്ലാഹ് ചൊന്നിട്ടു മക്കത്ത് ഖുറൈശിങ്ങ നിഷേധാക്കിയാറ്. മാത്രമല്ല അള്ളാഹു നിന്റെ റസൂലായിട്ട് കടത്തിട്ടില്ല ചൊന്നിട്ട് അങ്ങ് നിഷേധാക്കിയാറ്. അപ്പ അവിടെ ഇടപെട്ടാറ് കൊണ്ടുണ്ടാ അപ്പ അങ്ങ് ആൻസർ കൊടുത്താറ്, ഇല്ല ഉൽ ഖുർആനിൽ ഹക്കീം ഇന്നക ലമിനൽ മുർസലീൻ. അള്ളാഹു ചൊന്ന ഖുർആന്റെ സത്യം, ഇന്നക ലമിനൽ മുർസലീൻ, നബിയേ നിങ്ങൾ മുർസലീങ്ങളിൽപ്പെട്ട ആൾ തന്നെയായിട്ടിക്കറാറ് ചൊന്നിട്ടായിട്ടിക്കര് അള്ളാഹു അയക്ക് ഉത്തരവ് കൊടുത്ത. മാത്രമല്ല നിങ്ങൾ നോക്കൂ, ഷുഐബ് നബി അലൈഹി ഇസ്ലാമിയുടെ സമുദായം, ഷുഐബ് നബി അലൈഹി ഇസ്ലാമിയുടെ സമുദായത്തെ ആൾമാർ ഷുഐബ് നബി അലൈഹി ഇസ്ലാമിയുടെ ഇട്ട് ചൊന്നാറ്, ഷുഐബ് നബിയെ നിങ്ങളെ ഭാഷമേ അങ്ങ് അർത്ഥാവില്ല, നിങ്ങളെ ലാംഗ്വേജ് എന്തിനു ചൊന്നിട്ട് അങ്ങ് അർത്ഥാവില്ല. ആ കാരണത്തില നീനെ ഞങ്ങളെ ദീനെ വിളിക്കരുത്, നിപ്പാട്ടത് നിനക്ക് ഹൈറായിട്ടിക്കര് അല്ല, നിന്റെ ഞങ്ങ കല്ലെറിഞ്ഞിട്ട് കൊല്ലുവാ ചൊന്നിട്ടും ഷുഐബ് നബി അലൈഹി ഇസ്ലാമിയുടെ ഇട്ട് ചൊന്നാറ്. ആ സന്ദർഭത്തിലും അവിടെ ആൻസർ ആക്കിടാറ് അങ്ങ് കൊണ്ടുണ്ടാ. ഷുഐബ് നബി അലൈഹി ഇസ്ലാം മാത്രമായിട്ടിക്കര് പടച്ചിറമ്പഴ അതിൽ ഇടപെട്ടില്ല. മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാം, മൂസാ നബി അലൈഹി ഇസ്ലാമോട് എന്തെല്ലാം ആക്കിയാറ്, ഫിർഔനും എന്തെല്ലാം മൂസാ നബി അലൈഹി ഇസ്ലാം ഉപദ്രവം കൊടുത്ത, എന്തെല്ലാം വിമർശനാക്കിയ, എന്തെല്ലാം ആരോപണം ഇട്ട, ഈ ഇത്തരെല്ലാം ആയിട്ട് പോലും അവിടെ ഇതൊക്കെല്ലാം ആൻസർ ആക്കിയാറ് മൂസാ നബി അലൈഹി ഇസ്ലാം മാത്രമായിട്ടിക്കര്. ആയെങ്കിലാ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു വിഷയത്തിലങ്ങ മൂസ അല്ലാഹ് നീ റസൂൽ അല്ലാഹ് എന്ന് ചൊല്ലുമ്പോഴത്തേക്കും അവിടെ ഇടപെട്ടതാരായിട്ടിക്കര് പടച്ചുറമ്പായിട്ടിക്കര്, അവിടെ ഇടപെട്ടത് പടച്ചുറമ്പായിട്ടിക്കര്. അതായിട്ടിക്കര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പവർ ചൊന്നിട്ടു മഹാനായ ഇസ്മായിൽ ഹക്കി തന്റെ റൂഹുൽ ബയാൻ ചൊല്ലിയ കിതാബിലു ഈ വിഷയം രേഖപ്പെടുത്തി വെക്കരുത്. ഇൻഷാ അല്ലാഹ് ഇനൊരു വിഷയത്തിൽ കൂടി ചൊല്ലുകൊണ്ടു എന്തിനെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചൊന്നാറ്, ഇന്നക ലമജ്നൂൻ മുഹമ്മദേ നിക്ക് പിരാന്ത് ചൊന്നാറ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്തിനു ചൊന്നേ, വലീദ് ഇബ്നു മുഗീറ ചൊല്ലിയ ആള് ചൊന്നെന്തിനു വന്നുണ്ടാ, മുഹമ്മദ് എനിക്ക് പിരാന്ത് ചൊന്നാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിരാന്താണ്ട് ചൊന്ന് വിളിക്കുമ്പോഴത്തേക്കു അപ്പ അള്ളാഹു എന്തിനാക്കി വന്നുണ്ടാ ഒലിമ്പോ വിഷയത്തിലായിട്ടിരിക്കണം തിരിച്ചടിച്ച്. ഇൻഷാ അല്ലാഹ് ആ ഒലിമ്പോ വിഷയം എന്തിനു ചൊന്നിട്ടു ഞാൻ നാളെ ചൊല്ലേ ഒരു വിഷയമായിട്ടിരിക്കുന്ന തങ്ങളെ ചൊന്നേ നിക്ക് പിരാന്ത് ചൊന്നിട്ട് ഇങ്ങനെ ചൊല്ലുമ്പോഴത്തേക്ക് അള്ളാഹു എന്തിനാക്കിയ ഒലിമ്പല്ല 10 വിഷയം ചൊന്നിട്ടായിട്ടിരിക്കണം തിരിച്ചെടുത്തത്. ഇൻഷാ അല്ലാഹ് പരിശുദ്ധ ഖുർആനിലുള്ള വിഷയം അതിനാണ് നാളെ ചൊല്ലെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ഖുർആന്റെ ധാരാളം വിഷയ സന്ദേശങ്ങൾ പഠിക്കണകും അത് ജീവിതത്തിൽ പാഠമാക്കണകും അല്ലാഹു നിങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.